എംടെക് പാസ്സാകാത്ത SFI നേതാവിന് PhD പ്രവേശനം നൽകിയതായി പരാതി. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും SFI നേതാവുമായിരുന്ന ആഷിഖ് ഇബ്രാഹിം കുട്ടിക്കാണ് എംടെക് പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച് PhDക്ക് പ്രവേശനം നൽകിയത്. എംടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1ാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാതെയാണ് SFI നേതാവിന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ PhDക്ക് പ്രവേശനം നൽകിയത്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എങ്ങനെയാണ് എംടെക് പാസ്സാകാത്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി SFI നേതാവിന് PhD പ്രവേശനം നൽകാൻ കഴിയുക? കാരണം അത് ചട്ടവിരുദ്ധമല്ലേ? അത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ പാടുള്ളതല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എംടെക്കിൻ്റെ എല്ലാ സെമസ്റ്ററും പാസ്സായ അവസാന സെമസ്റ്ററും പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ചട്ടപ്രകാരം ഇത്തരത്തിൽ PhD പ്രവേശനം നൽകാൻ കഴിയുന്നത്. എന്നാൽ ഈ എല്ലാ ചട്ടങ്ങളും അട്ടിമറിച്ചുകൊണ്ട് SFI നേതാവിന് വേണ്ടി പ്രത്യേക ഉത്തരവിലൂടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത്തരത്തിൽ ഈ ആഷിഖ് ഇബ്രാഹിം കുട്ടിക്ക് PhDക്കുള്ള പ്രവേശനം നൽകിയിരിക്കുന്നത്. അത് സാങ്കേതിക സർവകലാശാലയുടെ ചുമതലയുണ്ടായിരുന്ന VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ട് PhDക്കുള്ള പ്രവേശനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് സിൻഡിക്കേറ്റ് അംഗം എന്ന സ്വാധീനം ഉപയോഗിച്ച് ആണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത്. മറ്റ് വിദ്യാർത്ഥികൾക്കാർക്കും ഇത്തരത്തിൽ ഒരു പ്രവേശനവും അനുവദിക്കാത്ത സാഹചര്യത്തിൽ SFI നേതാവിന് വേണ്ടി ചട്ടവിരുദ്ധമായി, അതും സാങ്കേതിക സർവകലാശാലയുടെ ചുമതലയുണ്ടായിരുന്ന VCയുടെ സ്ഥാനത്തിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചട്ടം മറികടന്നുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ മുൻപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് എംടെക്കിൻ്റെ പരീക്ഷ അത് എല്ലാ സെമസ്റ്ററുകളും പൂർത്തിയാകണം എന്നുള്ളത് കർശനമായൊരു വ്യവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാന സെമസ്റ്ററിൻ്റെ പരീക്ഷയെങ്കിലും എഴുതിയിരിക്കണം എന്നുള്ളതും വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം SFI നേതാവിന് വേണ്ടിയിട്ട് സാങ്കേതിക സർവകലാശാലയുടെ VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ഗോപിനാഥ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. നേരത്തെയും പല തവണ പല വിദ്യാർത്ഥികൾക്കും SFI അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ SFI നേതാക്കന്മാർക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലും അവിടെ ഉണ്ടായിരുന്ന SFIയുടെ നേതാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരായിട്ടുള്ള അധ്യാപകരും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായ നിരവധി നിയമനങ്ങൾ നടത്തിയ കഥയുണ്ട്. അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള ആഷിഖിന് വേണ്ടിയിട്ട് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനവുമൊക്കെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പല കോണുകളിൽ നിന്നും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ പലരും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് PhD എന്ന് പറയുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ നേട്ടങ്ങളിലൊന്നാണ്. അപ്പോൾ അത്തരമൊരു തലത്തിലേക്ക് സ്വാധീനം ഉപയോഗിച്ച് കടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിന് നിലവിലുള്ള ചട്ടങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് സാങ്കേതിക സർവകലാശാല പോയത് എന്നുള്ളതാണ്. അതിന് വൈസ് ചാൻസലർ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഈ സെമസ്റ്റർ പാസ്സായില്ല എന്നുള്ളത് PhDക്ക് പ്രവേശനം നേടിയ ശേഷം സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടറൽ കമ്മിറ്റി കൂടുന്നതിന് മുൻപ് മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ച സമയത്താണ് ഇത്തരമൊരു കാര്യം അത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് റിസർച്ച് ഡീനെ അധിക്ഷേപിച്ച യുവനേതാവ് ഡീനെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ആളെ അവിടെ SFI നേതാവ് തന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുമുള്ള വിമർശനങ്ങൾ തുറന്നു പറച്ചിലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഡീനിൻ്റെ, അതായത് ആരാണോ ഇത് കണ്ടുപിടിച്ച ഈ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ അയാൾക്ക് പിന്നീട് ഈ സേവനം നിർത്തേണ്ടി വരുന്ന IHRDയിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ വിലക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേവനം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എംടെക് പാസ്സാകാത്ത ഒരാൾക്ക് PhDക്ക് പ്രവേശനം നൽകിയ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആ PhD പ്രവേശനം റദ്ദാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോൾ സർവകലാശാലയ്ക്ക് നിവേദനം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം തുടർച്ചയായി SFI നേതാക്കൾക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് പ്രവേശനം നൽകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലും സാധ്യമാകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ തെളിയിക്കപ്പെടുന്നത്. ഈ സർവകലാശാല രംഗം ശുദ്ധീകരിക്കണമെന്നും SFI നേതാക്കൾക്ക് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിയമനങ്ങളോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള
പ്രവേശനങ്ങളോ അനുവദിക്കരുതെന്നുള്ള പലവട്ടം ആവശ്യമുയർന്നതാണ്. ഇത് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയതാണ്. കേരള ഗവർണർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നമ്മുടെ സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കണമെന്നുള്ളത്. അക്കാഡമിക് രംഗത്തെ വിദഗ്ധർക്ക് അല്ലെങ്കിൽ അക്കാഡമിക് രംഗത്ത് മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ മുൻഗണന ലഭിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. പക്ഷേ അത് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ സർവകലാശാലകളിൽ കൂടുതൽ അധികാരം കൈയാളുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാരുമൊക്കെ ശ്രമിക്കുന്നത് എന്നുകൂടിയുള്ള വ്യക്തമാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. നേരത്തെ PSC പരീക്ഷകൾക്ക് പോലും ഇടതു നേതാക്കൾക്ക് വേണ്ടി അധ്യാപകരുമൊക്കെ വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച വാർത്തകളെല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ അക്കൂട്ടത്തിലേക്കാണ് ഏറ്റവും പുതിയതായി ഒരു പരീക്ഷ, അതായത് അടിസ്ഥാന യോഗ്യതയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രത്യേകിച്ച് PhD പ്രവേശനത്തിന് വേണ്ട എംടെക്കിൻ്റെ മുഴുവൻ സെമസ്റ്ററുകളും പാസ്സാകാതെ ആ ബിരുദത്തിൻ്റെ 7 ഇലത്ത് പോലും എത്താത്തൊരു സാഹചര്യത്തിൽ അയാൾക്ക് PhDക്ക് പ്രവേശനം നൽകിയിരിക്കുന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് സാങ്കേതിക സർവകലാശാലയിൽ വന്നിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിയ ആൾക്കെതിരെ പ്രതികാര നടപടി രാഷ്ട്രീയമായി തന്നെ സ്വീകരിക്കുന്നു CPM എന്നുള്ളത് കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുമാണ്. ശരി പ്രജിത്ത്, എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല. കാരണം വളരെയധികം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്.